ഹലോ. അതെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഡേ 13 കുറിച്ച് സംസാരിക്കാനാണ്. ഡേ 1 മുതൽ 12 വരെ നമ്മൾക്ക് എന്തെല്ലാം ലഭിച്ചു അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം നേടിക്കഴിഞ്ഞു അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതായിരുന്നു. പക്ഷേ ഡേ 13 തുടങ്ങിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം, അതായത് ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേടിക്കഴിഞ്ഞിട്ടില്ല, പക്ഷെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേടാനുള്ള കാര്യങ്ങളാണ് ആഗ്രഹങ്ങൾ. ഓക്കെ, ആ ആഗ്രഹങ്ങളെല്ലാം നേടിക്കഴിഞ്ഞതായിട്ട് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാണ്. അപ്പോൾ ഡേ 13 എന്ന് പറയുന്നത് മേക്ക് ഓൾ യുവർ വിഷസ് കം ട്രൂ എന്നുള്ളതാണ്. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾക്ക് പല ആളുകൾക്കും പലതരം ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. അതെല്ലാം നമ്മൾ നടന്നതായിട്ട് വിചാരിച്ചിട്ട് അതിന് നമ്മൾ താങ്ക് യു പറയാം. എക്സാമ്പിളായിട്ട് നമ്മൾ ഓരോ മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഒരു വീട് എന്നുള്ള സ്വപ്നം. അപ്പോൾ വീട് എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും വീട് ലഭിച്ചതായിട്ട് നമ്മളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ ഫീലിങ്സ്, നമുക്ക് അത് നേടിക്കഴിഞ്ഞതായിട്ടുള്ളൊരു ഫീലിങ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതായത് നമുക്ക് ഒന്നും ഇല്ല എന്ന് വെച്ച് വരുന്ന ഫീലിങ്സും നമുക്കതെല്ലാം നടന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഫീലിങ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയാം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളൊരു ഫീലിങ്സ് നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കരച്ചിൽ വരും, ഇല്ലേ? യഥാർത്ഥത്തിൽ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ നമ്മളതങ്ങനെ മനസ്സിൽ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫീലിങ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കണ്ണ് നിറയും എന്നുള്ളതാണ് സത്യം. അപ്പം അതുപോലെ തന്നെ നമ്മൾക്ക്, അതായത് ഏറ്റവും 1 കോടിയുടെ വീടായിക്കോട്ടെ, എത്ര വലിയ തുക, എത്ര വലിയ പൈസയാവുന്ന വീടായിക്കോട്ടെ, എന്ത് ആഗ്രഹങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നേടിയതായിട്ട് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ വലിയ കുഴപ്പമുണ്ടാവും? ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ സ്വപ്നം കാണണം, എങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കൂ. അപ്പം നിങ്ങൾ വീട് ലഭിച്ചതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് ആ വീട്ടിൽ കഴിയാൻ പറ്റിയത്, അപ്പോൾ ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിച്ചതായിട്ടും അതിൽ നിങ്ങൾ താമസിക്കുന്നതായിട്ടും നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരുമായിട്ടും വളരെ ആഹ്ലാദകരമായിട്ട് ആ വീട്ടിൽ കഴിയുന്നതായിട്ടും അതുപോലെ തന്നെ ഹൗസ് വാമിങ് നടത്തുന്നതായിട്ടും ഒരുപാട് ബന്ധുക്കൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ബന്ധുക്കൾ, ഫ്രണ്ട്സുകളൊക്കെ നമുക്കൊരു ചെറിയ ഗിഫ്റ്റുകളായിട്ട് വരുന്നതായിട്ടും അവർക്ക് നല്ല ഭക്ഷണം നമുക്ക് കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആലോചിക്കുക, ഫീൽ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, ഇത് പതുക്കെ നമ്മൾ തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ സാധിക്കും എന്നുള്ളതാണ് സത്യം. ഇതിലെല്ലാം നമ്മൾ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. മിനിമം 3 പ്രാവശ്യമെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞു കഴിച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവും, ഈ 3 പ്രാവശ്യം നമ്മൾ നടന്നു എന്ന് വിചാരിച്ച് താങ്ക് യു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ആവുമോ എന്നുള്ള ആ ഒരു, എന്താ പറയുക, നേരെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുന്ന ചിന്താഗതിയിൽ അത് മാറ്റുക. നമുക്ക് എല്ലാവർക്കും വീടെന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് വീടിനെക്കുറിച്ച്, ഏറ്റവും നല്ലൊരു വീടിനെക്കുറിച്ച് സ്വപ്നം കാണുന്നതും അതിന് തറ കെട്ടുന്നതും അതിൽ ഓരോ കല്ല് വെച്ച് ഇങ്ങനെ കെട്ടിപ്പൊക്കുന്നതും പണിക്കാരിരിക്കണം, തിരക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൈസയുടെ നഷ്ടമുള്ള കാര്യമാണോ? അങ്ങനെ ഫീലിങ്സ് പതുക്കെ നമ്മളുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു FTP എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഫീലിങ്സ്. അതായത് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക, പിന്നെ എന്ത് ചെയ്യുക, അതിനെ വിശ്വസിക്കുക, അതിന് വേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കുക. ഈ ആക്ഷൻസ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണം, ഒറ്റയടിക്ക് നമുക്കിതൊക്കെ ആക്ഷൻസ്, ഒരു വീട് എന്ന് പറയുന്നത് ഇന്ന് വിചാരിച്ച് നാളെ സാധ്യമാകുന്നൊരു കാര്യമല്ല. അത് നമ്മളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി പതുക്കെ ലഭിക്കുന്നൊരു കാര്യമാണ് വീട് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് മുതൽ വീട് ആഗ്രഹിക്കുന്നവരെല്ലാവരും എന്നെക്കൊണ്ടത് സാധിക്കുമോ, 1 കോടി രൂപ എൻ്റെ കയ്യിലില്ലല്ലോ, അല്ലെങ്കിൽ 50 ലക്ഷം എൻ്റെ കയ്യിലില്ലല്ലോ, 75 ലക്ഷം, അതായത് വലിയ സംഖ്യ പറയണത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ചെറിയ സംഖ്യയുടെ ആവശ്യമില്ല. നമ്മൾ എന്തിനാണ് തീരെ കുറച്ച് കാണുന്നത്? നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും വലിയ രീതിയിൽ തന്നെ ചിന്തിക്കുക. നമ്മളുടെ ചിന്താഗതിയാണ് മാറ്റേണ്ടത്. നമുക്ക് സാധ്യമാവും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഒരു വലിയ എമൗണ്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ 1 ലക്ഷം എന്നെക്കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ 1 കോടി എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അത് നിങ്ങളിലേക്ക് വരില്ല. നിങ്ങൾ
യഥാസമയം ഫുൾ ടൈം നിങ്ങൾ എന്ത് ചിന്തി അതെന്നെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്, അതെനിക്കൊരിക്കലും സാധിക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് പറയുന്നത് മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലും ആ ചിന്താഗതി തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു അബണ്ടൻസ് ഒന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതല്ല. പക്ഷേ നേരെ മറിച്ച് നിങ്ങളൊരു റിച്ച് മൈൻഡ് സെറ്റിൽ നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഫീലിങ്സ്, നിങ്ങളുടെ ചിന്തകൾ എല്ലാം നിങ്ങൾക്ക് അതെല്ലാം ലഭിക്കുന്നതായിട്ട് ഓരോ ടൈമിലും നിങ്ങളത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് തിരികെ വരുന്നുള്ളതാണ് സത്യം, നേടിയെടുക്കുന്നുള്ളതാണ് സത്യം. നമ്മൾ ചിന്തിച്ചാൽ മാത്രമല്ലേ നമുക്കതിനുള്ള ആക്ഷൻസ് പതുക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് മുതൽ നിങ്ങൾ വീടിനെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എനിക്കത് സാധ്യമാവോ ഇല്ലേ എന്നുള്ളൊരു സംശയത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും നിങ്ങളുടെ ജീവിതത്തിൽ പാടില്ല. നേരെ മറിച്ച് എന്ത് വേണം, എന്നെക്കൊണ്ട് ഇതെല്ലാം സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇതെല്ലാം പ്രവർത്തിച്ച് കാണിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആർക്കും അത് സാധ്യമാവും തന്നെ. എൻ്റെ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹമുണ്ടോ അതെല്ലാം നമുക്ക് നേടിക്കഴിഞ്ഞതായിട്ടും നിങ്ങൾ ചെയ്യുന്നതായിട്ടും സ്വപ്നം കാണാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലുള്ള സ്വപ്നം കാണാം, അതിനെക്കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. കാറ് വേണം, ഐഫോൺ വേണം, നല്ല ജോലി വേണം. ഒരു പക്ഷേ ചിലരുടെ ആഗ്രഹം ഐഫോൺ ആയിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അത് മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അത് ഉപയോഗിക്കുന്നതും ഫോൺ ചെയ്യുന്നതും അതിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് വേണ്ടവർക്ക്, അതായത് ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ചിന്തിക്കേണ്ട ആവശ്യം, അതായത് ഐഫോൺ ആവശ്യമാണെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങളുടെ കയ്യിലേക്ക് അത് വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല ആരോഗ്യം വേണമെന്നുള്ളവർക്ക്, നല്ല സുഹൃത്തുക്കൾ വേണമെന്നുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ടേയിരിക്കുക, വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടി, താങ്ക് യു പറയുക. നല്ല ആരോഗ്യമുണ്ട്, താങ്ക് യു പറയുക. അങ്ങനെ എല്ലാത്തിനും ഇപ്പം നിങ്ങളൊരു ബെഡിൽ കിടക്കുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആളുകൾ എന്താ ഓടി നടക്കുന്നതായിട്ടും നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റിയും ഒരാളുടെ സഹായം കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസം, എന്നെ കൊണ്ട് സാധിക്കുമോ, എനിക്കിനി നടക്കാൻ കഴിയുമോ, എനിക്കിനി ഓടാൻ കഴിയുമോ, എനിക്ക് മുമ്പത്തെ പോലെ എല്ലാ ആക്ടിവിറ്റിയും ചെയ്യാൻ കഴിയുമോ എന്നൊന്നും ചിന്തിക്കാതെ എല്ലാം എന്നെ കൊണ്ട് സാധ്യമാവും എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നമുക്ക് നല്ല അവിടെ കിടന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യഥാസമയം എൻ്റെ കുടുംബക്കാർ കഷ്ടപ്പെടുന്നു, എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നു, അതന്നെ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ കഷ്ടപ്പെടുന്നു വിചാരിച്ചു കൊണ്ട് നിൽക്കാതെ പതുക്കെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളോട് പറഞ്ഞ് തന്നെ മനസ്സിലാക്കി കൊടുക്കുക. എനിക്ക് നടക്കാൻ പറ്റും, എനിക്ക് ഓടാൻ പറ്റും, ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും എനിക്ക് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാനും പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനും വ്യത്യാസം ഉണ്ടാവും. ഈ നല്ല ജോലി ലഭിക്കാത്തവർ ഞാനൊരു ഭാഗ്യം കെട്ടവളാണ് അല്ലെങ്കിൽ ഭാഗ്യം കെട്ടവനാണെന്ന് സ്വയം പറയാതെ എൻ്റെ ഭാഗ്യം വരാനിരിക്കുന്നുള്ളൂ, ആ വരാനിരിക്കുന്ന ഭാഗ്യത്തിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ താങ്ക് യു പറയണം. നല്ല ജോലി, ഇതൊക്കെ ആഗ്രഹിക്കുന്നതിനോട് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റില്ല. നമ്മൾ ആഗ്രഹിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ശരി. നല്ല ജോലി, നല്ല ബിസിനസ്, ഒരുപാട് നമുക്ക്, അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാനുള്ള അത്ര പണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ എത്ര ദാനമായി നമ്മളുടെ പണം കൊടുത്താൽ പോലും നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ധനം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മളുടെ വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് അതിങ്ങനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് സത്യം. അപ്പം എല്ലാവർക്കും അത് സാധിക്കും, എനിക്ക് സാധിക്കുമോ എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നെക്കൊണ്ട് അതെല്ലാം സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവനാണോ ഇല്ലാത്തവനാണോ എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം, എനിക്ക് അത്ര ബുദ്ധിയുണ്ടോ ഇല്ലയോ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്കെല്ലാം നേടാൻ കഴിയും എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർക്കുക. എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്തത് അതെല്ലാം നമുക്ക് നേടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നു മുതൽ വീടില്ലാത്തവർ വീട് സ്വപ്നം കണ്ട് വീട് നേടിയെടുക്കാം. ഇതൊക്കെ പറ്റും.
അതായത് അത് വീട് എന്ന് പറയുന്നത് നമ്മൾ ഒരുപക്ഷെ ഒരുപാട് കാലം ഞാൻ അതിനെക്കുറിച്ച് ഈ വീട് വീട് രാവും പകലും വീടിനെക്കുറിച്ച് സ്വപ്നം കണ്ട ഒരാളാണ്. എന്നെ സംബന്ധിച്ച് നമ്മൾക്ക് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നത് എങ്ങനെ സാധ്യമായി എന്നറിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വീടെന്ന് പറയുന്നത് ഒരു ഭാഗ്യം പോലെയാണ് എന്നൊക്കെ പറയും. ഭാഗ്യം എന്ന് പറയുന്നതിൽ നമ്മൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്കിത് ലഭിക്കാതായി കഴിഞ്ഞാൽ നമ്മളുടെ ഭാഗ്യക്കുറവായിട്ട് കാണും. ഒരാളും ഭാഗ്യമുള്ളവനും ഭാഗ്യമില്ലാത്തവനും എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളുടെ ഭാഗ്യം നമ്മളായിട്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് സത്യം. വേറെ ആരും ഒരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ബന്ധുക്കളെ ആശ്രയിക്കേണ്ട, നമ്മളെ പാർട്ട്ണറെ ആശ്രയിക്കേണ്ട, നമ്മളുടെ ഫ്രണ്ട്സിനെ ആശ്രയിക്കേണ്ട, ആരെ ആശ്രയിക്കേണ്ട. നമ്മളൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം നേടാൻ പറ്റും. അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, വീണ്ടും പറയാണ്. അപ്പോൾ ആണിന് സാധിക്കുന്ന കാര്യങ്ങൾ പെണ്ണിന് സാധിക്കും, പെണ്ണിന് സാധിക്കുന്ന കാര്യം ആണിന് സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾ നേടിയെടുക്കാൻ വിഷ്വലൈസ് ചെയ്യുക, ഫീൽ ചെയ്യുക, താങ്ക് യു പറയുക, എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിനെക്കുറിച്ച് നിരന്തരം ആലോചിച്ച് ആ സ്വപ്നം സാക്ഷാത്കരിച്ചതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹസ്ബൻഡിൽ കയ്യിൽ കുറേ പൈസ ഉണ്ടായിരിക്കും, അതുകൊണ്ടൊക്കെ നമുക്ക് സാധിക്കുമല്ലോ. അങ്ങനെ കുറേ പൈസ എടുത്ത് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ വീട് പണിയാൻ. നമ്മളത് സ്വപ്നം തന്നെയാണ് എല്ലാവർക്കും. ഇപ്പോൾ വീട് പണിതിട്ടുള്ളവരായിരിക്കുക, അവരുടെ ഒരുവിധം സാധാരണക്കാരായ എല്ലാവരും, ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് മുഴുവനും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ്. ഈ യൂട്യൂബ് വീഡിയോ കാണുന്നതും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കൂടുതലും വീഡിയോസൊക്കെ കാണുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വീട് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പൈസ ഇങ്ങനെ ബാങ്കിലിട്ട് സൂക്ഷിച്ച് ഇനിയൊരു വീട് പണി, ഇത്രയും പണം എൻ്റെ കയ്യിലായല്ലോ എന്ന് വിചാരിച്ച് വീട് പണിയുന്നവരല്ല ഭൂരിഭാഗം ആളുകൾ. അത് നമ്മളുടെ ഒരു ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള ഒരു വീടെന്ന് പറയുന്നത് നമ്മളുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിനെ ഉയർത്തുന്നൊരു സംഭവമാണ്, എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് എന്താ പറയുക സ്വപ്നം കണ്ടിട്ടൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സാധ്യമാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കോടിയുടെ വീട് എനിക്ക് സാധ്യമാവോ എന്നൊന്നും ചിന്തിക്കേണ്ട. അത് സാധ്യമാവും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ തുടങ്ങും. 1 കോടി എന്ന് പറയുന്നത് കേട്ടിട്ട് ഇനി കമൻറ്റിൽ ഇങ്ങനെ അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ ചെറുത് അങ്ങനത്തെ ഒക്കെ ചിന്താഗതിയൊക്കെ മാറ്റാം. ഞങ്ങൾക്ക് ഇങ്ങനെ ചെറുതെന്നൊന്നുമല്ല. നമ്മൾക്ക് നല്ല വലിയ സ്വപ്നങ്ങൾ, ആർക്കാ വലിയ ആഗ്രഹങ്ങളില്ലാത്തത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഇതൊന്നും എനിക്ക് വേണ്ട, ഞാനിവിടെ ഒന്നും താമസിക്കില്ല എന്ന് ആരെങ്കിലും പറയോ? പക്ഷെ അത് നമ്മളുടെ ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നല്ല വീട് പണിയണ കാണുമ്പോൾ ഇതെന്തോ കള്ളപ്പണമാണെന്നുള്ള നെഗറ്റീവ് ചിന്താഗതി ഒക്കെ മാറ്റിയിട്ട് അവർ എന്ത് ഭംഗിയാണ് ആ വീട് പണിയണ കാണാനായിട്ട്. നമുക്കും അങ്ങനെയൊക്കെ സാധിക്കട്ടെ. ദൈവം നമ്മളെയും കൂടി അനുഗ്രഹിക്കട്ടെ. ഇത്ര നല്ല വീട്ടിൽ കിടക്കാനും ഇത്ര നല്ല സൗകര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാനും നമ്മൾക്കും സാധിക്കട്ടെ, നമ്മളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സുകൾക്കും ഒക്കെ സാധിക്കട്ടെ എന്ന് നമ്മൾ പതുക്കെ വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കാൻ പറ്റും. നമ്മൾ മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ലൊരു ലൈഫാണ് നിങ്ങൾക്ക്, അതായത് സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളുടെ മക്കളായിട്ടും ഫ്രണ്ട്സുകളായിട്ടും പാർട്ട്ണറിനായിട്ടൊക്കെ ബീച്ചിൽ പോകുന്നതും റിസോർട്ടിൽ പോകുന്നതും അതായത് കാറിലിങ്ങനെ നല്ല എൻജോയ് ചെയ്ത് ജീവിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് നമ്മളുടെ മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കുക ഫുള്ള്. എന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളിത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിന് എന്താ തോന്നുക, ഒരു സന്തോഷമല്ലേ തോന്നുക. അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു പ്രത്യേക എനർജിയാണ്. നേരെ മറിച്ച് നമ്മളൊരു നെഗറ്റീവ് കാര്യങ്ങളാണ് ചിന്തിച്ചത് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഡൗൺ ആവും. അപ്പോൾ നമ്മൾ എന്തിന് ഡൗൺ ആവാൻ നിൽക്കണം, നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ മാത്രം നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം, അതായത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ പതുക്കെ ഓരോന്നായിട്ട് കാണാം. ഓക്കെ, വീണ്ടും അടുത്ത ദിവസം കാണാം. ബായ്.